നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് സഭാപർവം തുടരുന്നു. ജരാസന്ധവധം. പണ്ടു ഭൃഗുമുനിയെ ചെന്നു മാഗധൻ കണ്ടു സേവിച്ചിതു സന്തതിയുണ്ടാവാൻ. അമ്മുനി തന്മടി തന്നിലപ്പോൾ ദേവനിർമ്മിതമായൊരു മാമ്പഴവും വീണു. പത്നിക്കിതു കൊടുത്തിടുകെന്നാൽ പുത്രരത്നമുണ്ടാമെന്നു നൽകി മഹാമുനി. ഭാര്യമാരുമുണ്ടിരുവരവർകൾക്കു നേരെ പകുത്തു കൊടുത്തു നരേന്ദ്രനും. പപ്പാതിയായുള്ള ദേഹമായി ഓരോരോ ദുഷ്പ്രജ പെറ്റായിരുവരും അപ്പോഴേ കൊണ്ടപ്പുറത്തു കളഞ്ഞതിനെ ജര കണ്ടങ്ങെടുത്തിട്ടു സന്ധിച്ച നേരത്തു രണ്ടുമൊന്നായി ചമഞ്ഞിതതു കണ്ടു മണ്ടി ജരയാം പിശാചി കുമാരനുമന്നു ജരാസന്ധനെന്നു പേരുണ്ടായതിന്നുള്ള മന്നരിൽ മുമ്പനവനല്ലോ. മുഷ്കരനെന്നോട് പോർക്കിരുപത്തിമൂന്ന് അക്ഷൗഹിണിപ്പടയോടും ഒരുമിച്ചു വന്നാൽ 17 വട്ടമതിന്നു ഞാൻ വന്ന പടയൊക്കെ കൊന്നയച്ചേടിനേ. അങ്ങനെയുള്ളൊരു വൈരമുണ്ടെന്നോടു നിങ്ങൾക്കുമെന്നും തിറതരിയില്ലവൻ. കൊന്നുകളഞ്ഞു യാഗം കഴിക്കുന്നതേ വന്നുകൂടുവതിന് അർജുനനും ഞാനും. ഭീമനുമായിട്ടു പോകണം വൈകാതെ ഭൂമിപതേ വിട നൽകിടുകെന്നപ്പോൾ ധർമ്മജനും വിട നൽകിനാൻ. വിപ്രരായുന്മതമോടവർ നന്മതിലുമേറി വന്മരവും തകർത്താർത്തു വിളിച്ചു ചെന്നാ മാഗധന്റെ നഗരമകം പൊക്ക. അർഘ്യപാദ്യാദികൾ കൊണ്ടവർ തങ്ങളെ സൽക്കാരവും ചെയ്തു ചോദിച്ചു മന്നവൻ. ഉള്ളിലഹങ്കാരമുള്ളാരണർ നിങ്ങളുള്ള വണ്ണം പറഞ്ഞിടുവനിൻ എന്നപ്പോൾ മാധവൻ മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. മാഗധനായ ജരാസന്ധ ഭൂപതേ, ചൊല്ലിയതെല്ലാം കൊടുക്കുമ്പോലന്തണർക്കില്ല വികൽപ്പമെന്നെല്ലാരും ചൊല്ലുന്നു. തള്ളലുണ്ടായതും ഉള്ളിലുള്ളതു തന്നെ കള്ളമൊഴിഞ്ഞതു മുമ്പേ പറയണം. ചൊല്ലുവിൻ വാഞ്ചിതം നൽകുവൻ നിങ്ങളും ചൊല്ലേണമാരെന്നു നേരെ മടിയാതെ. പിന്നെയും കൃഷ്ണനെ സൂക്ഷിച്ചു മാഗധൻ ചൊന്നാൻ തനിക്കൊരു ശങ്ക മുഴുക്കയാൽ. പണ്ടൊരിടത്തിനു കണ്ടവാറുണ്ടെന്നതുണ്ടു തവ മുഖം കണ്ടു തോന്നുന്നതു. ഇന്ന നിലത്തു ഇന്ന നിലത്തു നിന്നെന്നതും ഇന്ന നാളെന്നതും ഒന്നുമേ തോന്നുന്നതുമില്ല. അക്കഥ കേട്ടരുൾ ചെയ്തിരു കൃഷ്ണനും ഒക്കുമൊക്കും അതിനുണ്ടവകാശവും. പണ്ടു മധുരയ്ക്കു കൃഷ്ണനോടു പട കൊണ്ടു ചെന്നൊരു നാൾ മണ്ടുന്ന നേരത്തു കണ്ടു നിൽക്കുന്നിതു ഞാനുമെന്നാകില കണ്ടിടുവാനവകാശം ധരാപതേ എന്നതു കേട്ടു ചൊന്നാൻ. ജരാസന്ധനും അന്നു മമ ബലം കണ്ടു തല്ലി ഭവാൻ. വീരരെ മണ്ടിച്ചു പോരുന്ന കൃഷ്ണനും പാരാതെ പാഞ്ഞു കളഞ്ഞതു കണ്ടീലേ. കണ്ടേനടുത്തങ്ങെതിർത്തൊരു നേരത്തു കൊണ്ട നേർവർണ്ണനും നീയും ഓടുന്നതും. ഓടിച്ചതാരെന്നും ഓടിയതാരെന്നും മൂടെ തിരഞ്ഞ പോതേതും തിരിഞ്ഞില്ല. സംശയമുണ്ടു ഭവാനുള്ളിലെങ്കിലോ സംശയം തീർക്കാമെന്നുണ്ടായതു കേൾക്ക. കേൾക്കിലും കേളായിലും എനിക്കിന്നിയും പോർക്കളത്തിങ്കലേ സംശയം വേറിടൂ.
നിൽക്കതെല്ലാം അവകാശം വരുന്ന നാളൊക്കെ തീരും പറവിനാരെന്നതും ഞങ്ങൾ ഉപേക്ഷിച്ചതു തരാമെന്നതും ഇങ്ങോട്ടൊരു സത്യം ചെയ്തു തരുന്നാകിൽ ഞങ്ങളും സത്യം പറയുന്നതുണ്ടെന്നു മംഗലദേവതാ കാമുകൻ ചൊന്നപ്പോൾ ജീവനെ തന്നെ തരണമെനിക്കെന്നു പാവനനായൊരു ഭൂസുരൻ ചൊല്ലുയിൽ ഏതും മടിയാതെ ഞാൻ കൊടുത്തിടുവൻ ഭൂതേശ്വരനായ ശങ്കരൻ തന്നാണ് സത്യമിതെന്നതു കേട്ടവാറെ പുരുഷോത്തമനാകിയ കൃഷ്ണനും ചൊല്ലിനാൻ നേരെ പറയാം പരമാർത്ഥമെങ്കിലോ പോരിൽ 17 നിന്നെ തോൽപ്പിച്ച കൃഷ്ണനഹമയം ജിഷ്ണു ശക്രാത്മജൻ ജിഷ്ണു തന്നഗ്രജൻ ഭീമനിവനല്ലോ മന്നവനാകിയ ധർമ്മജൻ ചൊൽകയാൽ നിന്നോടു യുദ്ധമപേക്ഷിച്ചു വന്നിതു ദേഹി യുദ്ധം നൃപവീരശിഖാമണേ മോഹമതിങ്കൽ ഞങ്ങൾക്കെത്രയും പാരം എന്നോടോ ഫൽഗുനനോടോ വൃഗോദരൻ തന്നോടോ യുദ്ധം തുടങ്ങുന്നു നീ ഇപ്പോൾ ഏവം ജഗന്മയ ഭാഷിതം കേട്ടുടൻ ഭാവം പകർന്നു പറഞ്ഞതു മാഗധൻ ഗോപൻ ഭവാൻ ജിഷ്ണു കോമളൻ എന്നുടെ കോപം പൊറുപ്പാൻ പ്രകോദരനാകിലാൻ എന്നു പറഞ്ഞൊരു മന്നവൻ വേഗേന ചെന്നുടനായുധശാലയകമ്പുക്കു 2 ഗദകളെടുത്തു കൊണ്ടുവന്നു രണ്ടിലും വേണ്ടതെടുത്തുകൊൾ ഭീമാ നീ എന്നവൻ ചൊന്നപ്പോൾ മാധവൻ ഭീമനെ ചെന്നാലുമെന്നൊന്നു തട്ടിക്കരം കൊണ്ടു പിന്നെയുണ്ടായ വിശേഷം പറപതിനെന്നാൽ പണി ചിത്രം നിരൂപിക്കിൽ വട്ടത്തിൽ നിന്നു പെരുമാറിയും ഗദ തട്ടിയും തങ്ങളിൽ ദൃഷ്ടി പറയാതെ തൈപ്പാൻ പഴുതുകൾ നോക്കിയും എത്രയും കേൾപ്പു കലർന്നവർ അത്ഭുതമാം വണ്ണം മുപ്പുരവൈരിയും അന്തകനും പണ്ടു മുപ്പാർ നടുങ്ങുമാറുണ്ടായ പോർ പോലെ ഭീമനും ഭീമനാകും ജരാസന്ധനും ഭൂമി കുലുങ്ങുമാറൊത്തു വീഴുന്നതും നീങ്ങിക്കളകയും വാങ്ങിച്ചുരുങ്ങയും തൂങ്ങിയടുക്കയും നീങ്ങാതെ നിൽക്കയും ചാലനപാതനോത്ഥാപന ബ്രാഹ്മണ പാലനാലോകനാലേപനാദ്യങ്ങളാൽ ഓരോ തൊഴിലുകൾ കാട്ടുന്ന നേരത്തു വീരരായുള്ളവർ കണ്ണുകുളിർക്കുന്നു വാരിജലോചനും വിജയൻ മുഖവാരിജം പാർത്തുകൊണ്ടാടിച്ചിരിക്കുന്നു മുഷ്കരമായ ഗദകൾ തമ്മിൽ കൊണ്ടു പുഷ്കരം പൊട്ടുമാറുള്ളൊരു ശബ്ദവും സിംഹവുമാനയും മേറ്റുപൊരും വണ്ണം സിംഹനാദങ്ങളും ചെയ്തങ്ങനെ പാരമടിക്കയും ചോരയൊലിക്കയും വീരർ തൊഴിൽ കണ്ടു കണ്ണുകുളിർക്കയും കൂടെ കൊടുക്കയും മാടിത്തടുക്കയും ചാടിക്കഴിക്കയും കേടിൽ പഴിക്കയും കോടിയൊഴിക്കയും മാടി വിളിക്കയും വാടി വിയർക്കയും ഓടിക്കഴിക്കയും നില്ലടാ നോക്കെന്നങ്ങുരയ്ക്കയും തല്ലുവര കണ്ടു തുള്ളിപ്പതിക്കയും വല്ലഭം കൈക്കൊണ്ടു വേഗാലെതിർക്കയും ചൊല്ലിക്കൊണ്ട് അന്യോന്യമാശു താടിക്കയും ഇങ്ങനെ ചെന്നു 15 നാളപ്പോൾ എങ്ങനെ വന്നു ന്യായമെന്നു സംശയം. ഓം നമോ ഭഗവതേ വാസുദേവായ.